ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ബ്രിക്കിൻ്റെ ഹാംഫുൾ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കോമ്പോസിഷനും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്. ഓക്കെ, ബ്രിക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, തേർഡ് ക്ലാസ് ബ്രിക്ക് ഉണ്ട്, ഫോർത്ത് ക്ലാസ് ബ്രിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് നോക്കുന്നത് ഏതാണ്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഏതാണ്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ടേബിൾ മൗണ്ടഡ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക. എന്താണ്? ടേബിൾ മൗണ്ടഡ് ആണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ജസ്റ്റ് പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ടേബിൾ മൗണ്ടഡ് ആണ് ആൻഡ് ബേൺഡ് ഇൻ ക്ലിൻസ്. ഓക്കെ, എവിടെയാണ് ബേൺ ചെയ്യുന്നത്? കിൽൻസിലാണ് നമ്മളിത് ബേൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ എന്താണ്? ഡീപ്പ് റെഡ് ആണ്. ഓക്കെ, ഡീപ്പ് റെഡ്, ചെറി ഓർ കോപ്പർ കളറാണ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് റെഡ്, ചെറി അല്ലെങ്കിൽ കോപ്പർ കളറാണ്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം, ഇതെന്തിൽ നിന്ന് ഫ്രീ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്ലോസ്, അതുപോലെ തന്നെ ക്രാക്സ് ആൻഡ് സ്റ്റോൺസ്. ഇതിൽ നിന്നെല്ലാം ഇതെന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് യൂണിഫോം ടെക്സ്ചർ. ഇതിന് ഒരു യൂണിഫോം ടെക്സ്ചറും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ടേബിൾ മൗണ്ടഡ് ആണ്. പിന്നെ നമ്മളത് ക്ലീനിലാണ് ബേൺ ചെയ്യുന്നത്. അതിന് ഡീപ്പ് റെഡ്, ചെറി അല്ലെങ്കിൽ കോപ്പർ കളറാണ്. ഇനി ഇതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്ലോസ്, ക്രാക്സ് ആൻഡ് സ്റ്റോൺസ്. ഇനി യൂണിഫോം ടെക്സ്ചർ ആയിരിക്കണം. ഓക്കെ, ഇനിയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നോ ഇംപ്രഷൻ. എന്താണ്? നോ ഇംപ്രഷൻ വെൻ സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ. വെൻ സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ. നമ്മൾ ഫിംഗർ കൊണ്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യാൻ പാടില്ല? ഇംപ്രഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി ഷുഡ് നോട്ട് ഷോ എന്താണ്? ലംസ് ഓഫ് ലൈം. ലൈമിൻ്റെ ലംസ് ഒന്നും ഫോം ചെയ്യാനായിട്ട് കാണാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നമ്മളിതിനെ സ്ട്രക്ക് ചെയ്യുമ്പോൾ അതായത് പരസ്പരം കൂട്ടിമുട്ടിക്കുമ്പോൾ അതിനൊരു മെറ്റാലിക് അല്ലെങ്കിൽ റിങ്ങിങ് സൗണ്ട് ഉണ്ടാക്കണം. ഓക്കെ, വെൻ സ്ട്രക്ക് ഇറ്റ് ഷുഡ് ഫോം എന്താണ്? മെറ്റാലിക് ഓർ റിങ്ങിങ് സൗണ്ട്. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി പറയുന്നതാണ്, ദാറ്റ് ഈസ് വാട്ടർ അബ്സോർപ്ഷൻ. ഓക്കെ, എന്താണ്? വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 12 to 15% ഓഫ് ഇറ്റ്സ് ഡ്രൈ വെയ്റ്റ്. ഓക്കെ, അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 12 to 15% വരെ മാത്രമേ വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് എപ്പോഴത്തെ കേസാണ്? വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. 24 hours വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്രഷിങ് സ്ട്രെങ്ത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷനും ക്രഷിങ് സ്ട്രെങ്തുമാണ്. ഇത് മറക്കരുത്. ഓക്കെ, ക്രഷിങ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 Newton/mm² ആയിരിക്കണം. ഓക്കെ, ഇനി ഇത് അടുത്ത ലാസ്റ്റ് ഒരു പോയിന്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ലാസ്റ്റ് 3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എവിടെയാണ് യൂസ്ഡ് ഫോർ പോയിന്റിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ഫേസ് വർക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഫ്ലോറിങ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്. അപ്പോൾ ഇത്രയും ആവശ്യങ്ങൾക്കാണ് നമുക്കിതിൻ്റെ യൂസ് വരുന്നത്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ലാസ്റ്റ് 3 പോയിന്റ്സ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 12 to 15% ഓഫ് ഇറ്റ്സ് ഡ്രൈ വെയ്റ്റ്. എപ്പോഴാണുള്ള കേസാണ്? 24 hours വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വയ്ക്കുമ്പോഴുള്ള കേസാണ് പറയുന്നത്. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 Newton/mm² ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ബ്രിക്കാണ്. രണ്ടാമത്തേതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്.
ഓക്കെ, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്തായിരുന്നു? ടേബിൾ മൗണ്ടഡ് ആൻഡ് ബേൺഡ് ഇൻ ക്ലിൻസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കേട്ടോ. ഓക്കെ, പക്ഷേ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് മൗൾഡഡ് ആണ്. എന്താണ്? ഗ്രൗണ്ട് മൗൾഡഡ് ആണ്. അതുപോലെ തന്നെ ആൻഡ് ബേൺഡ് ഇൻ ക്ലിൻസ്. നേരത്തെയും ക്ലിനിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ബേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിംഗർ കൊണ്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ഡിപ്രഷനോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബ്രിക്കായിരുന്നു. എന്നാൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുന്നത് സ്മോൾ ക്രാക്സ് ആൻഡ് എന്താണ് ഡിസ്റ്റോർഷൻസ് ആർ പെർമിറ്റഡ്. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്തിട്ടുണ്ട്? പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ടർ അബ്സോർപ്ഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ്? സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് 16 to 20%. ഓക്കെ, നേരത്തെ 12 to 15% ആയിരുന്നു വാട്ടർ അബ്സോർപ്ഷൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസിൽ. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വരുമ്പം നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണ്? 16 to 20%. ഇത് എപ്പോഴുള്ള കേസാണ്. 24 hours നമ്മളിത് എന്താണ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വയ്ക്കുമ്പോൾ ഉള്ള കേസാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ക്രഷിംഗ് സ്ട്രെങ്ത്. അടുത്ത് വരുന്നത് ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 Newton/mm² ആയിരിക്കണം. ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 Newton/mm². ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ഓൾ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഓൾ ഇമ്പോർട്ടൻറ്റ് ഓർ ഇമ്പോർട്ടൻറ്റും അൺഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള ഹിഡൻ മേസൺട്രി വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആൻഡ് സെൻറ്ററിങ് ഓഫ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് ആൻഡ് RCC സ്ട്രക്ചർ. അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ തേർഡ് ക്ലാസ് ബ്രിക്കാണ്. തേർഡ് ക്ലാസ് ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഫസ്റ്റ് ഒരു പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത് ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് മൗൾഡഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ബ്രിക്കും ഗ്രൗണ്ട് മൗൾഡഡ് ആയിരുന്നു. ഓക്കെ, തേർഡ് ക്ലാസ് ബ്രിക്കും ഗ്രൗണ്ട് മൗൾഡഡ് ആണ്. എന്നാൽ ഇത് നമ്മൾ ബേൺഡ് ഇൻ ക്ലാംസിലാണ്. ഓക്കെ, അതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കും. ക്ലാമ്പും ക്ലീനും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക, ക്ലാമ്പിലാണ് നമ്മൾ തേർഡ് ക്ലാസ് ബ്രിക്ക് നമ്മൾ ബേൺ ചെയ്യിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് സോഫ്റ്റ് ആണ്. ഓക്കെ, സോഫ്റ്റ് ആൻഡ് റെഡിഷ് യെല്ലോ കളർ. ഓക്കെ, ഇത് സോഫ്റ്റ് ആണ്, റെഡിഷ് യെല്ലോ കളർ ഉണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ സ്ട്രക്ക് ചെയ്ത് പരസ്പരം മുട്ടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് എ ഡൾ സൗണ്ട്. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസ് എ ഡൾ സൗണ്ട് വെൻ സ്ട്രക്ക് വിത്ത് ഈച്ച് അതർ. ഇനി ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ, തേർഡ് ക്ലാസ് ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 25% ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് റഫ് സർഫസ് ആണ്. ഓക്കെ, എന്താണ്? റഫ് സർഫസ് വിത്ത് ഇറഗുലർ എഡ്ജസ്. ഓക്കെ, റഫ് സർഫസ് വിത്ത് ഇറഗുലർ എഡ്ജസ് ഏതാണ്? തേർഡ് ക്ലാസ് ബ്രിക്കിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യും? യൂസ്ഡ് ഫോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ്. എവിടെയാണ്? ഇമ്പോർട്ടൻറ്റും പിന്നെ അതുപോലെ ടെമ്പററി സ്ട്രക്ചേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. ഏത്? തേർഡ് ക്ലാസ് ബ്രിക്ക്. ആൻഡ് അറ്റ് പ്ലേസസ് വെയർ എന്താണ്? റെയിൻഫോൾ ഈസ് നോട്ട് ഹെവി. റെയിൻഫോൾ എന്ന് പറയുന്നത് ഹെവി അല്ലാത്ത പ്ലേസസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു തേർഡ് ക്ലാസ് ബ്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത് വരുന്നത് ഫോർത്ത് ക്ലാസ് ബ്രിക്കാണ്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഓക്കെ,
ഫോർത്ത് ക്ലാസ് ബ്രിക്കിൽ നമുക്ക് കുറച്ച് പഠിക്കാനുള്ളൂ. ഇതെന്ന് പറയുന്നത് ഓവർ ബേൺഡ് ആണ്. ഓക്കെ, ഫോർത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഓവർ ബേൺഡ് ബ്രിക്കാണ് ആൻഡ് ബേർഡ്ലി ഡിസ്റ്റോർട്ടഡ് ഷേപ്പ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ആണ് ആൻഡ് ബ്രിട്ടിലായിരിക്കും. ഓക്കെ, ഓവർ ബേൺഡ് ആണ്, ബേർഡ്ലി ഡിസ്റ്റോർട്ടഡ് ഷേപ്പാണ്, ബ്രിട്ടിലാണ്. ഓക്കെ, ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ യൂസ്ഡ് ഫോർ ബല്ലാസ്റ്റ് ആയിട്ട്, അതായത് റെയിൽവേ പാളങ്ങളിൽ ബല്ലാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫൗണ്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ ഫ്ലോസ് ഇൻ ലൈൻ കോൺക്രീറ്റിലുള്ള ഫ്ലോസിൽ നമുക്കിത് യൂസ് ചെയ്യാം. ആൻഡ് റോഡ് മെറ്റലിലും നമുക്ക് എന്ത് ചെയ്യാം, ഫോർത്ത് ക്ലാസ് ബ്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് കൂടെ ഞാൻ പറയും. ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ബേൺഡ് ക്ലേ ബ്രിക്ക്. നമ്മൾ ബേൺ ചെയ്തെടുക്കുന്ന ക്ലേ ബ്രിക്സ് ഹാവിങ് കംപ്രസീവ് സ്ട്രെങ്ത്. ഇപ്പം അതിന് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്, മോർ ദാൻ 40 Nm/mm² ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെവി ഡ്യൂട്ടി ബ്രിക്ക് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹെവി ഡ്യൂട്ടി ബ്രിക്സ് എന്ന് വിളിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 40 Nm/mm² ആണെങ്കിൽ. ഓക്കെ, ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യും? ബ്രിഡ്ജസിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഹെവി ഡ്യൂട്ടി ബ്രിക്ക് അല്ലേ, അപ്പോൾ ബ്രിഡ്ജസിൽ യൂസ് ചെയ്യാം. ഫൗണ്ടേഷൻസ് ഫോർ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിലെ ഫൗണ്ടേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ, കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 40 Nm/mm² എന്ന് പറഞ്ഞു. ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? ലിമിറ്റഡ് ടു 5%. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്കിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.